വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. എടാ ജോണി, നീ ഇന്നലെ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന? അതെ, ഒരു വർക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വീട്ടിൽ പറഞ്ഞു. നീ വർക്കിൻ്റെ കാര്യം പറയാനാന്ന് പറഞ്ഞു. എന്ത് വർക്ക്? അതിന് നീ എന്ത് വർക്കിനാണ് പോണത്? ടാക്സി ഓടിക്കല്ലേ? എനിക്ക് തോന്നി നീ അങ്ങനെ ചിന്തിക്കുള്ളൂ. എടാ, ഞാൻ അന്വേഷിച്ച് വന്നതും പറയാൻ പോയതും നിന്റെ പണിയെപ്പറ്റി തന്നെ, കൽപ്പണിയെപ്പറ്റി. അപ്പം നീ പറയായിരിക്കും ഡ്രൈവിങ്ങും കൽപ്പണിയും തമ്മിൽ എന്താ ബന്ധമെന്ന്. അതെ. എടാ, ഈ ടാക്സി ഓടിച്ചുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല. വെറുതെ അങ്ങനെ ജീവിച്ചു പോവാ. പിന്നെ അല്ലാണ്ട് ജീവിച്ചു പോയാൽ പോരെ? പോരാ. പിന്നെ എടാ, കുറച്ച് സമ്പാദ്യമൊക്കെ വേണ്ടേ? എന്ത് സമ്പാദ്യം? എന്താ നീ ചിരിച്ചത്? ഏയ്, വേറെ ഒന്നും അല്ലടാ. ഡ്രൈവിംഗ് നമ്മൾ നിർത്തിയിട്ട് കൽപ്പണി ചെയ്ത് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ പോകുന്നോ, സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുമെന്നോ? ഇത്രയും വല്ല പൊട്ടത്തരം പറയാൻ നീ എന്നെ വീട്ടിൽ വന്നത്? എൻ്റെ പൊന്നു ചങ്ങാതി, ഞാൻ പറയണത് മുഴുവനും കേൾക്ക്, എന്നിട്ട് മറുപടി പറയും. എടാ, ഞാൻ ഡ്രൈവിങ് നിർത്തിയിട്ട് കൽപ്പണി ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കണ കാര്യം പറയാൻ വന്നതല്ല. പിന്നെ എടാ, ഞാൻ ഈ ഡ്രൈവിംഗ് പണി ചെയ്യുന്നതിനിടയിലേ ചെറിയ ചെറിയ വർക്കുകൾ ഞാൻ പിടിക്കാറുണ്ട്. കൽപ്പണി, പ്ലംബിങ്, വയറിങ് മുതലായവ. എന്നിട്ട് ഞാൻ പണിക്കാരെ വെച്ച് പണിയിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ലാഭം അത് ഞാൻ എടുക്കും. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു. വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിനു വേണ്ടിയാണ്. പ്രഭാഷകൻ 31-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അത് കൊള്ളാലോ. അപ്പൊ കരാറ് പണി അത് പറയ്. അതെനിക്കറിയില്ലായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് സാരമില്ല. എടാ, ഒരാഴ്ച മുമ്പേ ചെറിയൊരു മതിലിന്റെ പണിക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. അപ്പം നിന്റെ കുട്ടി ആശുപത്രിയിലായിരുന്നു എന്ന് അടുത്ത വീട്ടിൽ നിന്ന് പറഞ്ഞു. നീ പണിക്ക് പോയിരിക്കാന്നും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച? അതെ, അത് ശരിയാണ്. ഇതിപ്പോ വലിയൊരു വർക്കാണേ. വീട് പണി പകുതിയും കഴിഞ്ഞിരിക്കുക. ഇനി ഫുൾ തേക്കണം. പ്ലംബിങ്, വയറിങ്, പെയിന്റിങ്, അങ്ങനെ കംപ്ലീറ്റ് തീർത്തു കൊടുക്കണം. പാർട്ടീന എൻ്റെ ഒരു പരിചയക്കാരൻ മുട്ടിച്ചു തന്നാണേ. എടാ, നീ പറഞ്ഞാ മതി. അടുത്ത ആഴ്ച മുതൽ പണിക്ക് വന്നാ പോരെ? മതി, അത് മതി. എങ്കിൽ ശരി എന്നാ. ശരി, ഞാൻ പോട്ടെ. ഓക്കെ. മനസ്സിലായി. അല്ല, അവനപ്പൊ ഡ്രൈവർ പണി നിർത്തിയോ? അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അതിനിടയില ഈ കരാറ് പണി പിടുത്തവും ആളുകളെ വെച്ച് പണി നടത്തലും. ഇപ്പൊ ഈ പിടിച്ചിരിക്കുന്ന പണി അവന്റെ ഫ്രണ്ട് ആരും റെഡിയാക്കി കൊടുത്തതാണ്. അപ്പൊ അവൻ ആള് മോശമില്ലല്ലോ. അതിന് മോശമെന്ന് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞോന്ന് ഞാൻ പറഞ്ഞോ? ഈ കണ്ട കാലം അത്രയും ഈ പണിയും പറഞ്ഞു നടക്കണം നമ്മളെ തേടി. ഇങ്ങനെ മൊത്തത്തിലൊരു വർക്ക് തരാൻ ഇത്ര നാളായിട്ട് ആരെങ്കിലും വന്നോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ അവൻ നമ്മളെക്കാളും കേമനാണെന്ന്, മോശമല്ലല്ലോന്ന്. അങ്ങനെ വിശദമായിട്ട് പരത്തി പറയും, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ലടാ, എന്റെ കാര്യം നിനക്ക് അവനോട് പറയായിരുന്നു. പറഞ്ഞോണം, അത് ശരിയാണല്ല. ആ കാര്യം ഞാൻ ഓർത്തില്ല ചേട്ടാ. ഇപ്പൊ തന്നെ അവനെ വിളിച്ച് ഞാൻ സംസാരിക്കാം. ചേട്ടന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ചാൻസ് ഉണ്ടാവും. ഹലോ ജോണി, ഇത് ഞാനാണ് ആൻഡോ. ആൻഡോ, എന്താ വിളിച്ചത്? എടാ, നമ്മുടെ ആ പീറ്റർ ചേട്ടനില്ലേ? പറയടാ. അല്ലടാ, ഞങ്ങൾ കുറെ നാളായി പല സൈഡിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കഴിഞ്ഞു. അതാ ഞാൻ പീറ്ററിന് വേണ്ടി പറഞ്ഞത്. ഞാൻ പീറ്ററിന് ഫോൺ കൊടുക്കാം.
സംസാരിക്കട്ടെ. ആ ആ ഹലോ ജോണി, ആ ചേട്ടാ, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എന്നെ കൂടി ഉൾപ്പെടുത്തി ജോണി. അതിനെന്താ ചേട്ടാ, നമുക്ക് ആലോചിക്കാം. നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ആ, ഈ പള്ളിയുടെ പുറകിലേ ആ റേഷൻ കടയിലേക്ക് പോണ വഴിക്കുണ്ട്. നിങ്ങൾ അവിടെ ഇല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി, ഓക്കെ. അവൻ ഇങ്ങോട്ട് വരാന്ന്. അവന്റെ വർത്താനം കേട്ടിട്ട് എന്നെ കൂടെ കൂട്ടാൻ സാധ്യതയുണ്ട്. അത് വിളിക്കൊന്നേ, അവൻ നല്ലവനാണ്. ചേട്ടനൊന്ന് ആത്മാർത്ഥത്തോട് നിന്നാ മതി. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. പ്രഭാഷകൻ 6-ാം അധ്യായം 15-ാം വാക്യം. വാ, നമുക്ക് അങ്ങോട്ട് നീങ്ങിക്കാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ അങ്ങനെയല്ലേ നിൽക്കൂ. അവൻ വന്ന് സംസാരിച്ചു കഴിഞ്ഞ് എന്നോട് വർക്കിന് വരാൻ സമ്മതിച്ച ദേ അപ്പ എന്റെ ആത്മാർത്ഥം നിന്നെ ഞാൻ കാണിച്ചു തരാം. അതെന്നെ കാണിക്കാൻ നിൽക്കണ്ട, അതാ വർക്ക് സൈറ്റിൽ കാണിച്ചാ മതി. ആ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ആളെത്തിയല്ല. അപ്പൊ ജോണി ഇവിടെ അടുത്തവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാനിവിടെ അടുത്ത് വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. വണ്ടിക്ക് ചെറിയൊരു പണി. എന്നിട്ട് പണി കഴിഞ്ഞായിരുന്നാ? അതൊരു 1 മണിക്കൂറോളം എടുക്കും. ആ പിന്നേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു ജോണി. ഇതേ, നിങ്ങൾ ഒരുമിച്ച് പോര്. ഇന്നിപ്പോ ചൊവ്വയല്ലേ, നമുക്ക് അടുത്ത തിങ്കളാഴ്ച തുടങ്ങാം. നാളെ വൈകിട്ട് ഞാൻ ആ സ്റ്റീഫൻ ചേട്ടനെ കാണുന്നുണ്ട്. എന്നിട്ട് വേണം മെറ്റീരിയൽസ് എടുക്കാനുള്ള ക്യാഷും അഡ്വാൻസും ഒക്കെ മേടിക്കാൻ. ഓ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ആ താലൂക്ക് ഓഫീസിന് പുറകിലുള്ള ഒരു സ്റ്റീഫൻ ചേട്ടൻ്റെ വീടാണ് നമ്മൾ പണിയാൻ പോകുന്നത്. പുള്ളിയുടെ കയ്യിൽ ഫണ്ടില്ലാഞ്ഞതുകൊണ്ട് നിർത്തിവെച്ചാണ് മുൻപേ. ഇപ്പോൾ ഫണ്ട് റെഡിയായപ്പോൾ നേരത്തെ പണിയെടുത്തിരുന്ന ആള് ബിസിയായിപ്പോയി. അങ്ങനെയാണ് എൻ്റെ ഒരു പരിചയക്കാരൻ വഴി ഈ വർക്ക് എൻ്റെ അടുത്ത് വരുന്നത്. ഞാനവിടെ തുടക്കം മുതലേ പണിയെടുത്തിട്ടുള്ളതാ. ആഹാ. അന്നത് നടത്തിയിരുന്നതേ കുണ്ടുപറമ്പിനടുത്തുള്ള ഒരു ജോഷിയായിരുന്നു. അവനിപ്പോ വലിയ ആളായിപ്പോയി. വലിയ വലിയ വർക്കുകളൊക്കെ നടത്തുന്നത്. അല്ല, ഈ താലൂക്ക് ഓഫീസിന്റെ അടുത്തുള്ള വീട്? എടാ, ഒരു ദിവസം നീ അവിടെ പണിക്ക് വന്നിട്ടുണ്ട്. ചേട്ടൻ തന്നെ എന്നെ വിളിച്ചോണ്ട് പോയത് അവിടെ. ദേ, അപ്പ അന്നത്തെ കടം വീട്ടി. അന്ന് എന്നെ പണിക്ക് വിളിച്ചിട്ട് പോയ സ്ഥലത്ത് ഞാൻ ഇപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് പോകുന്നു. ഇത് നമ്മ തകർക്കുന്നേ. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടാ. ഓ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അടുത്ത തിങ്കളാഴ്ച. അപ്പൊ ശരി ചേട്ടാ. ഓക്കെ ഓക്കെ. ചേട്ടൻ എന്താ ആലോചിക്കണത്? അല്ലടാ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, എന്നാലേ ഒന്ന് മെച്ചപ്പെടൂ. എങ്ങനെ? അല്ലെന്നേ, ഈ ജോണിയെ പോലെ മൊത്തത്തിൽ അങ്ങ് വർക്ക് പിടിച്ച് നടത്തണം. ഓ, അതൊക്കെ വലിയ പൊല്ലാപ്പാണെന്നേ. അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഒരു കൂലിപ്പണിക്കാരനായിട്ട് നടക്കേണ്ടി വരും. അതൊക്കെ ചേട്ടൻ ഒരു 10-25 വർഷം മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു. ഇപ്പൊ ആയാലെന്താ? എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നീ പറയണേ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ചേട്ടൻ വർക്ക് പിടിച്ചോ. വർക്ക് പിടിക്കുമ്പോ എന്നെ കൂടി വിളിക്കണേ. പോവാ നമുക്ക്. എന്റെ പീറ്ററിന് ഒരാഴ്ച മുമ്പ് എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ. എന്തു പറ്റി? അല്ല, ഇന്നിപ്പോ പീറ്റർ എന്നോട് ഇത് വന്ന് പറഞ്ഞപ്പോ ഞാൻ അതാ ആലോചിച്ചത്. കഴിഞ്ഞ ആഴ്ചയില ജോണി എന്ന് പറയുന്ന ഒരാളെ ഈ വർക്ക് ഏൽപ്പിച്ചത്. എൻ്റെ ഒരു പരിചയക്കാരൻ പരിചയപ്പെടുത്തി തന്നതാ ഈ ജോണിയെ. മാത്രമല്ല, അന്ന് ആ വീട് പണിക്ക് വന്ന് പോയതിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ പീറ്റർ വർക്ക് പിടിച്ച് നടത്തുന്ന കാര്യം എനിക്കറിയില്ലല്ലോ. അല്ലേ പിന്നെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക്
വർക്ക് പീറ്ററിനെ ഏൽപ്പിക്കുന്നതിൽ എനിക്കെന്താ ബുദ്ധിമുട്ട്? അയാള് വർക്ക് ഏൽപ്പിച്ച് അഡ്വാൻസ് കൊടുത്തെങ്കിൽ പിന്നെ അത് തന്നെ നടക്കട്ടെ. ഏയ് അതൊന്നുമില്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല. അതിന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, എങ്കിൽ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ. ആ, കഴിഞ്ഞ ദിവസം അതുവഴി പോയപ്പോൾ ആ വീട് അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ സഹിച്ചില്ല. അപ്പം മനസ്സിനകത്തൊരു തോന്നൽ, നീ ഇങ്ങനെ കരാറ് പണിയൊക്കെ പിടിച്ചു നടത്തുന്ന ആളല്ലേ, എന്തുകൊണ്ട് സ്റ്റീഫന്റെ വീടിന്റെ കാര്യം നിനക്കൊന്ന് സംസാരിച്ചുകൂടാന്ന്? അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ചതാ. എങ്കിൽ പിന്നെ ആ ജോണി തന്നെ ഏൽപ്പിക്കും. അല്ല, ഈ ജോണിയെ പീറ്റർ അറിയും. നിങ്ങളുടെ ഭാഗത്ത് എവിടെയാണ് വീട്? എനിക്ക് സ്റ്റീഫൻ പറഞ്ഞപ്പോൾ തന്നെ ആളെ മനസ്സിലായി. ശരിക്കും പറഞ്ഞ ആള് ഈ വക പണികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ, നേരെ അങ്ങ് പറഞ്ഞ അവൻ ശരിക്കും ടാക്സി ഡ്രൈവറാ. ആണോ? ആ, ആ, എന്നെ കാണാൻ വന്നതും ഒരു ടാക്സിയിലാ. അതെ, കാറൊക്കെ ഉള്ള ചെറിയ കോൺട്രാക്ടർ എന്ന് കാണിക്കാനായിരിക്കും. ഓ, കാലം പോയൊരു പോക്കേ. എന്താ? അല്ല, കൺസ്ട്രക്ഷൻ വർക്കില് 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല ഇവരെ പോലുള്ള ടാക്സി ഡ്രൈവർമാരാ ഇപ്പൊ പണി പിടിച്ച് നടത്തുന്നത്. അല്ല, എല്ലാവർക്കും ജീവിക്കണ്ടേ? മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 9-ാം വാക്യം. പണി നടത്തണമെങ്കിൽ എന്നെ പോലെ പണി പരിചയമുള്ള പണിക്കാർ വേണം. എങ്കിൽ പിന്നെ ഞാൻ വരട്ടെ സ്റ്റീഫ. അല്ല, പീറ്റർ ഒന്ന് അവിടെ നിന്നേ. എന്താ സ്റ്റീഫ? നമുക്കേ ഓരോ ചായ കുടിച്ച് എൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. 3-4 വർഷമായിട്ട് ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. അതൊക്കെ സ്വന്തം വീടിന്റെ പണി കഴിയുമ്പോ മാറില്ലേ? എങ്കിൽ നമുക്ക് തകർക്കാന്നേ. അല്ല, എല്ലാം ശരിയാക്കാന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. ഓ, വാ വാ വാ. ഹലോ ഹലോ, എടാ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. നീ 1 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിലേക്ക് വന്നാൽ മതി. ഞാൻ അവിടെ ഉണ്ടാവൂട്ടാ. ആ, ഓക്കെ. ആരാണ്? എടാ ഞാനാടാ. ഇതെന്താണ് ഇങ്ങനെ? അതാണ് അമ്മക്ക് പോലും മനസ്സിലാവാഞ്ഞത്. അമ്മ പറയണേ ഒരാള് കാണാൻ വന്നേക്കണെന്ന്. എന്താണ് ഇങ്ങനെ കുറ്റപ്പെടാണ്ട് വന്നേക്കണത്? നീ ഇങ്ങ് വന്നേ. ആ, എന്റെ അമ്മോ, ഇത് കലക്കി. സത്യം പറയാൻ ചേട്ടാ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റണില്ല. നമുക്ക് അടിപൊളിയാക്കി കളയാം. അങ്ങനെ ഇനിയും ചേട്ടന് വർക്കുകൾ വരട്ടെ. വലിയൊരു കോൺട്രാക്ട് ആയിട്ട് വളർന്ന് കോടീശ്വരനാകട്ടെ. ആ, പിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താണ്? എന്തിനു വേദനും തുടക്കം തുടങ്ങി വലങ്കായിട്ട് നീ എന്റെ കൂടെ ഉണ്ടാവണം. അത് പിന്നെ പ്രത്യേകം പറയണോ? വലം കൈയായിട്ടും ഇടം കൈയായിട്ടും എന്നും ഞാൻ കൂടെ ഉണ്ടാവും. എന്താ മതിയാ? ഇവന്റെ ഒരു കാര്യം. സന്തോഷം കൊണ്ടാണേ. എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെയൊന്നും. നമ്മളെ പണിക്ക് വിളിക്കുന്നു, പണിക്ക് പോവുക, പണിയെടുക്കുക, ആ കാശ് വാങ്ങി പോക്കറ്റിലിട്ട് പോരുക. അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. റിസ്ക് എടുക്കണം വേടാ, റിസ്ക്. എങ്കിലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവൂ. എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്ര റിസ്ക് എടുക്കാം ഞാൻ. അതിനപ്പുറത്തേക്കില്ല. ഇതാ ജോണിയാണല്ലേ. ആ, ഹലോ ജോണി, പറയടാ. ആൻഡോ, ആ, ഞാൻ നേരത്തെ പറഞ്ഞതിലേ കുറച്ച് മാറ്റമുണ്ട്. എന്തു മാറ്റം? അല്ല, അടുത്ത തിങ്കളാഴ്ച തുടങ്ങാമെന്ന് പറഞ്ഞിരുന്ന വർക്കേ, അതിൽ ചെറിയൊരു മാറ്റം. ആ സ്റ്റീഫൻ ചേട്ടൻ്റെ ഫണ്ട് ശരിയായില്ല. അപ്പോൾ അതൊരു 2 മാസത്തേക്ക് മാറും എന്നാണ് പറയണത്. അടുത്ത വർക്ക് ഉടനെ റെഡിയാനുണ്ട്. അപ്പം ഞാൻ വിളിച്ചോളാം. പിന്നെ ആ പീറ്റേട്ടനോട് കൂടി ഒന്ന് പറഞ്ഞേക്കോ. അത് ഞാൻ പറഞ്ഞേക്കാം. ആ, എല്ലാം ശരിയാവടാ. നീ വിളിച്ചാ മതി, ഞാൻ വന്നേക്കാം കേട്ടാ. ശരി എന്നാ. കഷ്ടമായി പോയി.
ആ ജോണിയുടെ വർക്ക് മാറിപ്പോയെന്ന്. ഇനിയിപ്പോൾ 2 മാസം കഴിയുന്നു. ചേട്ടനോട് പറയാൻ പറഞ്ഞു. ആ നീ ഇത് പറയ്. നമുക്ക് തിങ്കളാഴ്ച തന്നെ തുടങ്ങണം. അത് നമുക്ക് തുടങ്ങാം. ആരെയൊക്കെ വേണമെന്ന് ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. കുഴപ്പക്കാരെ ഒന്നും നമുക്ക് വേണ്ട. ആ ഇതാ ജോൺസനാ. ഹലോ, ആ ജോൺസാ, നീ ആ പണി കളഞ്ഞിട്ട് ധൈര്യത്തിന് പോരടാ. നിനക്ക് സ്ഥിരമായിട്ട് പണി ഞാൻ തരാം. അപ്പൊ തിങ്കളാഴ്ച തുടങ്ങണം. അപ്പൊ ശരി. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 2-ാം വാക്യം. ശരിക്കും പറഞ്ഞ ചേട്ടനിപ്പോ ഒരു കോൺട്രാക്ടറിന് ലുക്ക് വന്നിട്ടുണ്ടാ. കോൺട്രാക്ടർമാർക്ക് അങ്ങനെ ലുക്കൊക്കെ ഉണ്ടാ? ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ. ആ 1-2 പേരും കൂടി അറേഞ്ച് ചെയ്യാണ്ട്. ആ പിന്നെ പ്ലംബിങ്ങിന് നിന്റെ ഫ്രണ്ട് ഒരുത്തണ്ടെന്ന് പറഞ്ഞ് ജിന്റെപ്പനും റോജി അവരെ തന്നെ ഏൽപ്പിച്ചോ? അത് ഞാനേറ്റി. ആ പിന്നെ പെയിന്റിങ് നമുക്ക് ഐസെന്റിനെ ഏൽപ്പിക്കാം. അത് കൊള്ളാം. ഐസെന്റ് ആവുമ്പോ നന്നായിട്ട് അങ്ങോട്ട് ചെയ്തോളൂ. അപ്പൊ അതെ, നമുക്കൊന്ന് വൈകിട്ടൊന്ന് ഇരിക്കണം കേട്ടാ. അത് ഞാൻ വിളിച്ചോളാം. ശരി എന്നാ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നോ, മനുഷ്യനൊക്കെ വന്നൊരു മാറ്റമേ. സമ്മതിച്ചു ഞാൻ. അവൻ എന്നോട് പറയാ, ചേട്ടനെ കണ്ട ഇപ്പൊ ഒരു കോൺട്രാക്ടറുടെ ലുക്കൊക്കെ ഉണ്ടെന്ന്. നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് കണ്ടിട്ട് അങ്ങനെയല്ല തോന്നുന്നത്. നിനക്ക് പിന്നെ എന്താ തോന്നുന്നത്? ഇങ്ങോട്ട് ഉപകാരം ചെയ്ത ഒരാളെ ചതിച്ച മനുഷ്യനായിട്ടാ എനിക്ക് തോന്നുന്നത്. കൂടുതൽ വർത്താനം പറയാതെ ഒരു ഭാഗത്ത് ഇരുന്നോളം. ചേടാ, ഇവളോടൊരു കാര്യം പറഞ്ഞപ്പോ അബദ്ധായില്ലോ. കഴിഞ്ഞ ദിവസം അത് അറിഞ്ഞപ്പോ മുതല് എനിക്ക് വല്ലാത്തൊരു പ്രയാസമാണ്. ഈ പണി കഴിഞ്ഞ് അതിൽ നിന്നുള്ള ലാഭം കാണുമ്പോ ആ പ്രയാസമൊക്കെ താനെ മാറിക്കോളും. എന്റെ ചേട്ടാ, ഒരാളെ ചതിച്ച് എത്രയൊക്കെ ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒരിക്കലും മനസമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല, ഓർത്തോ. എന്റെ വായിലിരിക്കുന്ന വല്ലതും നീ കേൾക്കും. ചതിച്ചു. ഞാൻ ആരാ ചതിച്ചു എന്നാ നീ പറയുന്നത്? അയാളാ സ്റ്റീഫൻ. ആ ജോണിയെ ഏൽപ്പിച്ച വർക്കല്ലേ ഇത്? അതെ. ചേട്ടന് ജോലി ഇല്ലാതിരുന്നുകൊണ്ട് ആന്റോയുടെ ശുപാർശ പ്രകാരം ഈ ജോണി ചേട്ടനെ പണിക്ക് വിളിക്കുന്നു. പണിക്ക് വിളിച്ച ചേട്ടനോ പണിക്ക് വിളിച്ച വീട്ടിലെ ഉടമസ്ഥനുമായിട്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നോണ്ട് ആ ജോണിയെ കുറ്റം പറഞ്ഞ് ആ ജോലി മൊത്തം വരുതിയിലാക്കുന്നു. എന്നിട്ട് ആ ജോണിയെ പുറത്താക്കുന്നു. ഇതിന് ചതിയെന്നല്ലാതെ പിന്നെ എന്തെന്നാ പറയുക? തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 5-ാം വാക്യം. എടി ഇങ്ങനെയൊക്കെ തന്നെ ഓരോരുത്തർ വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളത്. അല്ലാതെ നീതി സമാധാനം എല്ലാം പൊക്കി പിടിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ആദ്യമായിട്ട് ഒരു പണി പിടിച്ച് നടത്തുക, അതിന്റെ ഇടയ്ക്ക് അവള് ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നീ നിന്റെ പണി നോക്ക്. ആൻ്റെപ്പാ, നീ പീറ്ററിന്റെ സൈഡിലേക്കല്ലടാ? അതെ. എനിക്ക് കേൾക്കാമോ? നമുക്ക് ഒന്നിച്ചു പോവാം. അല്ല, പീറ്റർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. എന്നിട്ട് ഇവിടുന്ന് ഒന്നിച്ചു പോകാന്നാ പറഞ്ഞിരിക്കണത്. അത് ഞാൻ നോക്കിയിരിക്കണത്. എന്നാ പിന്നെ നിങ്ങൾ ഒന്നിച്ചു പോവാ. ഞാനൊന്നും കഴിച്ചില്ല. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കണം. നിനക്ക് ചായ കുടിക്കണോ? പുള്ളിക്കാരൻ്റെ അപ്പോഴേക്കും വരട്ടടാ. വേണ്ട ജോൺസാ, ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചിട്ടാ വന്നത്. ഓ, കാലത്ത് എത്ര നല്ല ബെസ്റ്റ് സാധനം വേറെ എന്തുണ്ടാ? അത് കലക്കി. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടറാ. ഓ ആ, അത് ചോദിച്ചില്ലല്ലോ. എടാ, ആ താലൂക്ക് ഓഫീസിൻ്റെ പുറകിലല്ലേ ആ പണിസ്ഥലം? അത് അതെ, അത് തന്നെ. വീട്ടുടമസ്ഥൻ്റെ പേര് സ്റ്റീഫൻ അല്ലേ? ആ, വീട്ടുപേര് അന്തിക്കാട് ഹൗസ് അല്ലേ?
ഓക്കേടാ, അപ്പം നമുക്ക് അവിടെ കാണാം. ആ താലൂക്ക് ഓഫീസിന്റെ പുറകില അന്തിക്കാട് ഹൗസിൽ സ്റ്റീഫൻ. ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ആ ഹലോ ഹലോ ആൻഡോ, എന്തൊക്കെയുണ്ട്? ഒരു വർക്ക് റെഡിയായി വരുന്നുണ്ട്. അപ്പം ഞാൻ വിളിക്കാം. അത് മതി. ഞാനിപ്പോൾ വിളിച്ചത് വർക്ക് അന്വേഷിച്ചിട്ടല്ല. പിന്നെ? അതെ, ആ താലൂക്ക് ഓഫീസിനടുത്തുള്ള സ്റ്റീഫൻ എന്ന് പറയുന്ന ആളുടെ വീട് പണി എന്തായെന്നാ പറഞ്ഞത്. ഓ, അതാ ചേട്ടൻ വേറെ ആരെയോ ഏൽപ്പിച്ചു. അതെന്താണെന്ന് അന്വേഷിച്ചില്ലേ? ഏയ്, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ആരാ വർക്ക് പിടിച്ചെന്ന് അന്വേഷിച്ചില്ലേ? ആൻഡോ, ആ നമുക്കുള്ളതാണെങ്കിൽ അത് വർക്കല്ല, എന്താണെങ്കിലും ശരി, അത് നമുക്ക് തന്നെ കിട്ടും. ഇത് എനിക്കുള്ളതായിരിക്കില്ലേ? ഞാൻ പിന്നെ വിളിച്ചാൽ മതിയാ. ഒരു കോള് വരുന്നുണ്ട്. ഓ ശരി ശരി. ആ ഹലോ. ആ സാറേ, ഞാനത് അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ആ ഹലോ പീറ്ററേട്ടാ, ഞാൻ ആ വർക്ക് സൈറ്റിലോട്ട് വന്നോളാം. ചേട്ടനങ്ങോട്ട് വന്നാൽ മതി ഏട്ടാ. ശരി എന്നാ. ആ ജോൺസാ, ആ ഞാൻ നിന്നോട് വരുന്നുണ്ട്. അല്ല, അപ്പോൾ പീറ്ററേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ട്? ഏയ്, അങ്ങേര് അങ്ങോട്ട് വന്നോളും. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. വണ്ടി എടുക്ക്. എന്നാ പിന്നെ നീ കയറിക്കോ. ആ ആ ശരി. ആ പോവാ. ഞാൻ പീറ്ററിനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ നിന്നതാ. ഇതുവഴിയാണല്ലോ വീട് പണിയിടത്തേക്ക് പോകുന്നത്. അതേതായാലും നന്നായി. എനിക്ക് സ്റ്റീഫനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? സ്റ്റീഫൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ആ ജോണിയെ തന്നെ ഏൽപ്പിച്ചു. ഞാനിത് സ്റ്റീഫനോട് നുണ പറഞ്ഞ് ചതിയിലൂടെ നേടിയെടുത്ത ഉറക്ക. ഞാൻ അറേഞ്ച് ചെയ്ത പണിക്കാരോടെല്ലാം ഞാൻ പറഞ്ഞോളാം. എന്താ ഏതാന്നൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനൊന്നും ചോദിക്കുന്നില്ല, എല്ലാം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഞാനിവിടെ നിന്നെയും കാത്തു നിന്നത്. പീറ്ററെ, ചതിയിലൂടെ നേടുന്നതൊന്നും ശാശ്വതമായില്ല. അതുകൊണ്ട് തന്നെ അതേ തുടർന്ന് ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം അതിൻ്റെ കളങ്കം ഉണ്ടാവും. അങ്ങനെ കളങ്കത്തോടെ ചെയ്യേണ്ട ഒന്നല്ല എൻ്റെ വീട് പണി. ഈ വിവരം അറിഞ്ഞ ഉടനെ ഞാൻ ആ ജോണിയെ വിളിച്ചു വരുത്തി. നീ വരുന്നത് ഞങ്ങൾ കണ്ടു. വാ, നിങ്ങളിങ്ങ് വാ. ജോണി, എനിക്ക് ജോലി തന്ന നിന്റെ ജോലി തന്നെ നുണ പറഞ്ഞ് നേടിയവനാ ഞാൻ. എന്നോട് ക്ഷമിക്കും. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഈ ആൻഡോ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വരുമ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. ഈ സ്റ്റീഫൻ ചേട്ടൻ്റെ പണി ചേട്ടൻ ചെയ്താലും ഞാൻ ചെയ്താലും എനിക്ക് സന്തോഷമുള്ളൂ. ഹോ, എന്നോട് ചേട്ടന് വിരോധം തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് കാര്യമായാലും അത് ന്യായത്തിൻ്റെ നേരിൻ്റെ വഴിയിലൂടെ വേണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ വഴി തന്നെ ചേട്ടൻ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്.
ഉള്ള പണിയും കളഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ചേട്ടൻ്റെ ഈ പ്രവൃത്തി അറിയണത്. എങ്കിൽ പിന്നെ 2 വർത്താനം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഞാനിവിടെ നിന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. എടാ ജോൺസാ, ഞാനും ഇവിടെ നിന്റെ കൂടെ. ആ എല്ലാവരും കൂടി അങ്ങനെ അങ്ങ് പോയാലോ? എൻ്റെ പണി നടത്തണ്ടേ? ആർക്ക് പണി കിട്ടിയാലും തനിക്ക് സന്തോഷമേ ഉള്ളൂന്ന് കരുതുന്ന ജോണിയും, തനിക്കൊരു തെറ്റ് പറ്റിയപ്പോൾ നേരിട്ട് വന്ന് ക്ഷമ പറഞ്ഞ് തിരുത്തിയ പീറ്റർ, ഇവരെക്കാൾ പറ്റിയ വേറെ ആരാ ഉള്ളത് ഈ പണി നടത്താൻ? അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ പണി നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് കൊള്ളാം. എന്താ ജോണി? എനിക്ക് സമ്മതമുള്ളൂ. നിങ്ങളുടെ എല്ലാം നല്ല മനസ്സിന് നന്ദി. ഇത് ജോണി ചെയ്യേണ്ട പണിയാ. ഇത് അങ്ങനെ തന്നെ മതി. ഒരു പണിക്കാരനായി മാത്രം എന്നെ കൂട്ടിയാൽ മതി. ദേ, അങ്ങനെ പീറ്റേട്ടൻ വീണ്ടും സ്കോർ ചെയ്ത്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഫിലിപ്പി 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.